ഹലോ ഗൈസ്, അപ്പോൾ തൈപ്പൂയത്തിൽ നിന്ന് രാവിലെ ആയിരുന്നു ശ്രീമോക്കും ലിച്ചിമോക്കും ഉള്ള കാവടി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ട് പേർക്കും അത്ര താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴേക്കും കാവടിയൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കാവടിയൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തത്. ആദ്യമായിട്ടാണ് ശ്രീമോളും ലിച്ചിമോളും കാവടി എടുക്കുന്നത്. അവർ മാത്രമല്ലായിരുന്നു, ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കാവടി എടുക്കാനായിട്ട്. ഈ അമ്പലത്തിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റൊരു അമ്പലം വരെയായിരുന്നു ഈ കാവടി പോകുന്നത്. പിന്നെ കാവടി കൈ കിട്ടിയപ്പോൾ അമ്മൂമ്മ എന്നെ സഹായിക്കേണ്ട, ഞാൻ തന്നെ വെച്ചോളാം എന്നുള്ള ഒറ്റ വാശിയിലായിരുന്നു ശ്രീമോള്. പിന്നെ ലച്ചിമോക്കൊക്കെ സ്വയം പിടിക്കാവുന്നത് പോലെ ഉള്ളായിരുന്നു, വെയിറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാവടിയൊക്കെ കയ്യിലേന്തി ഇത് അമ്പലത്തിൽ നിന്നൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. നല്ല കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ അത്. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴേക്കും ശ്രീമോളുടെ കൂടെ ഞാനാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ലച്ചുമോളുടെ അടുത്ത് പോയി. പിന്നെ ഇവർ കുഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ വ്രതമൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ തോനെ ദിവസമൊക്കെ വ്രതം എടുത്ത കുട്ടികൾക്കാണെങ്കിൽ നല്ല അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും നല്ലൊരു ഉത്സാഹത്തോടെ തന്നെ എല്ലാവരും കാവടിയൊക്കെ ആയിട്ട് പോയി. പിന്നെ വഴി കാണുന്നവർക്കൊക്കെ ശ്രീമോള് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. പിന്നെ ലച്ചുമോളെ ഒന്ന് അച്ഛനോട് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഈ കാവടി അമ്പലത്തിലേക്ക് തന്നെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ പൂജയൊക്കെ ആയിരുന്നു.